ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ എത്ര മാസം എത്ര എടാ എടാ ഭയങ്കര തുടങ്ങി ജനിച്ചു വിടുന്നല്ലേ നമ്മൾ എവിടെയാണെന്ന് നോക്കൂ. അവിടെ മത്തങ്ങ ഉണ്ട് കേട്ടോ, പംകിനുണ്ട്, പംകിൻ ഹണി ബണി പംകിനിട്ട് കാര്യമൊന്നുമില്ല. മൈൻക്രാഫ്റ്റിൽ സാധാരണ ഞാൻ എന്താ ചെയ്യാറ്, പക്ഷെ നമുക്ക് വില്ലേജ് എത്തിയപ്പോൾ പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യണം പോലെയല്ല, ഒരു ഹാർഡ് കോർ സീരീസ് ആണ്. പക്ഷെ ഹാർഡ് കോർ സീരീസ് എങ്ങനെ ഞാൻ വില്ലേജ് എത്തിയതാണ് എനിക്കറിയാത്തത്. ഹാർഡ് കോർ സീരീസ് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ വെറുതെ അറിയാം. ഹാർഡ് കോർ സീരീസ് ഒന്നുമല്ല, നമ്മൾ ഹാർഡ് മോഡാണ് കളിക്കുന്നത്. ഇത് ഒരിക്കലും പെട്ടെന്ന് കാണിക്കാൻ പാടില്ല, കാണിച്ചാൽ പെടും. നമ്മളെ ഫുഡും ഹാർട്ടൊക്കെ ഉണ്ട്, ഏറ്റവും മുകളിലാണ്. അവർക്ക് താഴെ വെച്ചൂടെ? മൈൻക്രാഫ്റ്റ് അറിയാവുന്നവർക്കറിയാം, ഈ തടി വെട്ടൽ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. പക്ഷേ ആക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ഈ മരങ്ങളൊക്കെ വെട്ടാം. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അത്രയൊക്കെ അറിയില്ല. റിയലായിട്ട് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരിക്കുന്നു, അതൊക്കെ അറിയുള്ളൂ, ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ മൈൻക്രാഫ്റ്റിന് ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ ലോകം അത് പറഞ്ഞാൽ എനിക്ക് ഒരു ക്രിയേറ്റീവ് വേൾഡ്, പക്ഷെ എനിക്ക് സർവേ കളിക്കണം തോന്നി. ദിസ് ഇസ് എ സർവേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് വേഗം എന്താ മരം ഇതുകൊണ്ട് തോറ്റുന്ന ഫോണിൽ ഒരിക്കലും നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കഴിയട്ടെ. ഹലോ ഗൈസ്, ആൾക്ക് എത്ര നേരം അറിയോ കഴിഞ്ഞ് അവസാനം നമ്മൾ ഡേർട്ട് വെച്ച് കയറുക. അയ്യോ നേരം ആടിപ്പോയിട്ടാകുമ്പോൾ എന്തെടുത്തു? സ്റ്റോൺ എടുത്തു. എന്തിനാ വെച്ചാൽ പറഞ്ഞുതരാം. അയ്യേ 2 അടിയുള്ള നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കാം. ഇപ്പം തന്നെ നമുക്ക് വീടുണ്ടാക്കണം, കാരണം എന്താ വെച്ചാൽ അവറ്റങ്ങൾ വരാനായി. വീടുണ്ടാക്കാം, ജസ്റ്റ് ഒരു പുഞ്ചറാപ്പി വീട്. പിന്നെ നമുക്ക് ഇതിലോട്ടൊക്കെ പോകാം. ഇപ്പോൾ രാത്രി, ഇപ്പം തന്നെ രാത്രിയാകുമ്പോൾ നമുക്കറിയില്ല. നിങ്ങൾ ശരിക്കും വില്ലേജ് താമസിച്ച പോലെ ഊട്ടം ഗൈസ്, നമുക്ക് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഊട്ടാം. അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു വീടാക്കിയാൽ പോലെ വേണ്ട. നിങ്ങൾ പണക്കാരല്ല ഗൈസ്, പാവങ്ങളാണ്. നിങ്ങൾ പാവങ്ങളാണ്. വരയ്ക്കാണ് 3 പാവങ്ങൾ പറയുന്നത് നേരല്ല. ഇത് ഹാർഡ് മോഡാ. ഞാൻ ഇടയ്ക്ക് ഈസിയൊക്കെ എടുക്കാമെന്ന് നോക്കിയാൽ, പക്ഷെ ഹാർഡ് മോഡ് എടുത്താൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ വില്ലേജ് കിട്ടും. ഞാൻ പറയട്ടെ, ഞാൻ വില്ലേജർ അത്ര വന്നു കഴിയും. ഞാൻ തുടങ്ങിയത് ഇവിടുന്ന് റെഡിക്കാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല. ഞാൻ വില്ലേജ് തന്നെ വരുമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ലേ രാത്രി ആവുന്നു, രാത്രി കൊണ്ട് ടോർച്ചില്ല, ബെഡുമില്ല. ഇപ്പം നമുക്കൊരു കൂര, ജസ്റ്റ് ഒരു ഇത്തിരി നേരത്തിനുള്ള ഒരു കൂര, അത് മതി. നമുക്ക് എവിടുന്നെങ്കിലും ഒരു ബെഡ് കിട്ടിയായിരുന്നു. ചേട്ടാ പെടുന്ന ബെഡ് കിട്ടുമോ? മാറി ചേട്ടാ ഈ ബെഡ് ഇട്ടട്ടെ. ആ ബെഡ് അതിന് ഇവിടെ തന്നെ ഉറങ്ങാൻ പോരെ. ഇവിടെ തന്നെ ഉറങ്ങാം. പാടാ നാട്ടി വിട്ടു ഈ ബെഡ് എടുക്കോ. നെവർ ബി റെസ്പോണ്ടിങ് പോയിന്റ് ഇവിടെ ഇല്ല. കേറുക. എന്നെ വില്ലേജ് തന്നെ കൊല്ലും.
ആരെ പേടിക്കാം, ഞാൻ അവനെ പേടിക്കാം. സ്കെലട്ടനെ പേടിച്ചാൽ മതിട്ടോ, കാരണം ഷീൽഡില്ല. ഷീൽഡ് നമുക്ക് പടിപടിയായിട്ട് കയറിപ്പോ. അയ്യോ വില്ലേജറെ കേറാ, രക്ഷപ്പെട്. ആഹാ ഞാൻ വില്ലേജർ കൊല്ലാൻ നിൽക്കുമോ കള്ളബലാൽ. ഇവനെ ഞാൻ കൊല്ലാൻ വയസ്സ്. അയ്യോ എടാ ഞാൻ പിന്നെ എന്തായാലും ചെയ്തോ. ഇനി അങ്ങനെ കടാ ഇത്ര ഉള്ളൂ നിന്റെ പരിപാടി. പോടാ പോടാ അവസാനമില്ല. പോടാ പ്രൈവസി. നിന്നെ കൊല്ലും, നിന്നെ അവൻ കൊല്ലും. അവിടെ കൊല്ലാവൻ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അറിയട്ടെ ഏതായാലും ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങാം. നെവർ ബി എന്നോട് അറിയാവുന്ന പോലെ പറഞ്ഞു. മനസ്സിലാക്കാൻ പറ്റൂല. മനസ്സാണ് കാരണം പറ്റില്ല. റീസോണി പോയില്ലേ ഏതായാലും ഇവിടെ അങ്ങ് പൊളിച്ചെടുത്തേക്ക്. ഇതാണ് നമുക്ക് പരിപാടി. ഇവിടെ എവിടെയോ നമ്മളൊരു വീടുണ്ടാക്കി വെച്ചാ വാതിലൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ പൊളിക്കുക. നമുക്ക് ഏതെങ്കിലും കുറച്ച് നാളെ എനിക്ക് വീടുണ്ടാക്കാം. ഏതായാലും പടിപടിയായിട്ട് കയറിപ്പോവാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കയറി പോകണ്ട. അല്ലെങ്കിൽ ഒറ്റയടിക്ക് കയറി പോകാൻ ഡയമണ്ട് എടുക്കാൻ പോവാം. ഇപ്പോൾ ഈ നിമിഷം വേണ്ട, നമുക്ക് ഇതൊക്കെ പൊട്ടിക്കട്ടെ. വെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടൂലേ ഇവിടുന്ന് പോകുന്ന ക്രീപ്പറിന് വേണമെങ്കിൽ എന്നാൽ പിന്നെ ഇത് ഈസി ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ചാൽ മതിയല്ലോ. പക്ഷെ നമ്മൾ അതിൻ്റെ എത്തിക്കരുത് കേട്ടോ. ഷീൽഡ് ഇട്ടാണ് അതിൻ്റെ എത്തിക്കാൻ. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ പൊട്ടിയായിരിക്കും. സ്റ്റോൺ ഏജിൻ്റെ സാധനം കൊണ്ട് വേഗം ഇതാവും. പക്ഷെ ഇത് കണ്ട കുഴപ്പമില്ല. ഇങ്ങനൊക്കെ ഇവിടെ ഒരു കാട്ടുവാസിയാണ്. കാട്ടുവാസിയായ വീടാകും. രാജാവും ആടി കൊടുത്ത രാജാവും പറഞ്ഞു കയറി കൊടുത്ത ആയപ്പോൾ നമ്മളെ കൊല്ലും. കാരണം ഇവിടെ അങ്ങോ ഇല്ലല്ലേ. അപ്പം ഞാൻ ഇവിടുത്തെ പഠിക്കാറില്ലേ. നമ്മളിപ്പോൾ കളിക്കണം മൾട്ടിപ്ലെയർ. ഇതിപ്പോൾ ആരും കളിക്കാറുണ്ടാവും. മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ അതിൻ്റെയാണോ മാസിനൊക്കെ കൂട്ടി നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. റോബ്ലക്സ് കളിച്ചില്ലേ അതേപോലെ. അല്ലെങ്കിൽ മാസി വരില്ല. വേറെ കാര്യം നമ്മൾ മാസിൻ ബ്ലോഗറിൻ്റെ കാല് പോയിട്ട് കേട്ടോ. വേറെല്ലാം സ്കൂളിൽ നിന്നെന്തോ ചെയ്തതാ. ചെക്കല്ലാണ് അത് വേറെ ഒടുങ്ങിക്കുമെന്ന് തോന്നുന്നു. എല്ലി എന്തോന്നു കുഴപ്പമില്ല. മാനം ഇപ്പം നമുക്കുള്ള നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. വടി തടി ഉണ്ടാക്കണം. വടിനൊക്കെ ഈസിയാ. നമ്മളെ മെന്യു ക്രാഫ്റ്റിൽ അത് അതിൻ്റെ കൂടെ പോയാൽ മതി. പറയാൻ നിൽക്കുന്നു. സ്റ്റോണിൻ്റെ വാളായി. നമ്മൾ സാധാരണ ആക്സ് മതി അടിക്കുക നമുക്ക് വെട്ടാൻ. ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യമുണ്ടോ കൃഷിക്കൊക്കെ യൂസ് ചെയ്യാൻ. വെട്ടിയെടുത്തോ. നമുക്കിപ്പോൾ വേണ്ട ഒരു വീടാണ്. അപ്പം നമുക്ക് ഈ ആക്സ് കൊണ്ട് നമുക്ക് മരങ്ങൾ വെട്ടാൻ പറ്റും. അപ്പം മരങ്ങൾ അവിടെ വെക്കാനുണ്ട്. വേറെ വലിയ ഗുഹൊന്നും ഇവിടെ ഇല്ലേ. ഇതൊക്കെ ക്രീപ്പേഴ്സ് ചെയ്തായിരിക്കും.
അല്ല വേറെ വഴിയൊന്നുമില്ല. അയങ്കോളുണ്ട് അയങ്കൂലം ഗോലം. ഓ പൈസക്ക് ഒരു മോനെ പൈസ മസങ്ക്. ഞാൻ വരട്ടെ. ഇവിടെ അടിച്ച് തീർപ്പിക്കുക തന്നെ എല്ലാവരും. ഇവിടെ ഇഷ്ടംപോലെ മരമൊക്കെ ഉണ്ട്. ഈ ഫാം നമുക്ക് തട്ടി നിർത്താലോ? വേണ്ട, പാങ്ങല്ല. ഇവരെ ഫാം നമുക്ക് വലുതാക്കി കൊടുക്കണം എന്നുള്ള ഒരു ദിവസം. ഒരു കളക്ഷൻ തന്നെ വേണം, ഒരു കളക്ഷൻ. അതൊരു ഹാർഡ് മോഡില് വില്ലേജ് ഒരു ഭാഗ്യമായി. ഇങ്ങനെ കയറണം, പാടാം എങ്ങനെ പൊളി നമ്മോടാണ്. ഇതിന്ന് മരത്തിൻ്റെ സീഡ് കിട്ടിയാൽ നല്ലതാട്ടോ. നമുക്ക് അവിടെ നട്ടുപിടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കാര്യമുണ്ട്. എന്നും പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ആരും ഷെയർ ചെയ്യുന്നില്ല എന്ന് ഒരു പരാതി അല്ലെങ്കിൽ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലീസ് ഗൈസ്, ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ വെക്കാനല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഒന്നിനെ വെറുതെ വരണം. പിന്നെ ലൈക്ക് ബട്ടൺ. പിന്നെ ഡെയിലി വീഡിയോ ഇല്ല, കാരണം നമുക്ക് പഠിക്കാണ്ട്. നമുക്ക് വെക്കേഷൻ ടൈമിന് മോനെ ഇഷ്ടം പോലെ ഉണ്ടാവും. ക്രിസ്മസിന് ഫ്രീ ഫയറുകളായി ഹെഡ് ഷോട്ട് കാത്തിരിക്കും ക്രിസ്മസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെലൈക്കൺ അടിച്ചു കൊടുക്കുക. ബൈ.